ഹലോ, ഇന്ന് പപ്പായ വെച്ചിട്ട് ഒരു നല്ല കിടിലൻ മോരുകറി വെച്ചാലോ. ഞങ്ങളുടെ ഇവിടെ പപ്പായ എന്ന് പറയണേ, പിന്നെ കപ്പങ്ങ എന്നും പറയും. അപ്പോൾ അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും നെടുവിനെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. അത് വേവുന്ന നേരം കൊണ്ട് ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ ജീരകവും ചേർത്ത് അരച്ചെടുക്കുക. ഈ പപ്പായൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത തൈരാണ് കേട്ടോ. പാല് മേടിച്ച് ഒറൊഴിച്ച് വെച്ച് ഉണ്ടാക്കിയ തൈര്. അപ്പോൾ നല്ല കട്ടയായ തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈര് ഒന്ന് കട്ടയില്ലാതെ ഇരിക്കാൻ നന്നായി ഒന്നടിച്ച് നമുക്ക് ഈ കറിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി താളിക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, ചുവന്നുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉലുവയും നന്നായി പൊട്ടിയ കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനൊന്നും ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മോര് കറിയിലേക്ക്, കപ്പങ്ങ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പങ്ങ ഇട്ട് നമുക്ക് മോര് കറി വെച്ചാൽ. അപ്പോൾ കപ്പങ്ങ ഇട്ട് മോര് കറി വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ.